ഇവർ വിവാഹിത ഇനി വരാൻ പോകുന്ന വിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ അംബികയെ കാണാൻ ജയിലിലെത്തുകയാണ് ഭൂമി. അപ്പം അംബികയും കൊണ്ട് ഒരു കോൺസ്റ്റബിൾ എത്തുന്നുണ്ട്. അംബികയെ ഭൂമിയെ കാണുമ്പോൾ ഉടനെ ചോദിക്കുന്നുണ്ട്, മോള് ഭയങ്കരമായിട്ട് ക്ഷീണിച്ചല്ലോ, ഒന്നും കഴിക്കുന്നൊന്നുമില്ലേ, ഓട്ടമാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനൊന്നും ഇല്ലമ്മേ, ഞാൻ കഴിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്, എനിക്ക് കുഴപ്പമൊന്നുമില്ല. അമ്മയ്ക്കോ? എനിക്കെന്താ ഇവിടെ കുഴപ്പം? തിന്നാൻ ആഹാരം, കിടക്കാൻ മുറി, പിന്നെ ഇവിടെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ആദ്യമൊക്കെ വലിയ വിഷമം തോന്നി, ഇപ്പം അമ്മയ്ക്ക് ഇതൊക്കെ ശീലമായെന്ന് അംബിക പറയുന്നുണ്ട്. മോള് എൻ്റെ കാര്യത്തിന് വേണ്ടി ഓട്ടമാണോ എന്ന് അംബിക ചോദിക്കുന്നുണ്ട്. അമ്മയ്ക്ക് ഉടനെ തന്നെ ജാമ്യം കിട്ടും. ശങ്കരനാരായണൻ സാറ് എന്നോട് പറഞ്ഞിട്ടുണ്ട്, നല്ലൊരു വക്കീലിനെ കണ്ട് അമ്മയുടെ കേസ് ഏൽപ്പിക്കണമെന്ന്. ഞാനൊരു വക്കീലിനെ കണ്ടിട്ടുണ്ട്, പിന്നെ കുറച്ച് കാശാവും, അത് ഞാൻ കണ്ടെത്തുമെന്ന് പറയാണ്. അപ്പോൾ അംബിക പറയുന്നുണ്ട്, നീ എന്നെ പുറത്തിറക്കാൻ വേണ്ടി ഓടി നടക്കുവാണോ? അതിന് കാശ് നീ എവിടെ നിന്ന് കണ്ടെത്തും എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ ഭൂമി പറയുന്നുണ്ട്, അമ്മയെ പുറത്തിറക്കാൻ ഞാൻ എന്തായാലും കാശ് ഒപ്പിക്കും, അമ്മയെ ഞാൻ പുറത്തിറക്കുക തന്നെ ചെയ്യുന്നു. ഭൂമിയാണെങ്കിൽ അംബികയ്ക്ക് ഉറപ്പ് കൊടുക്കുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ അംബിക കുറച്ച് വിഷമത്തോടെയും സങ്കടത്തോടെയും പറയുന്നുണ്ട്, നീ അതിൻ്റെ പുറകെ ഒന്നും നടക്കാതെ നിന്നോട് ഒരു കാര്യം പറയാനുണ്ട്. എന്താമ്മേ? അമ്മയ്ക്ക് പറയാനുള്ളത് എന്താണെന്ന് ചോദിക്കുകയാണ് ഭൂമി. അപ്പം അംബിക പറയുന്നുണ്ട്, കഴിഞ്ഞ പ്രാവശ്യം നിന്നോട് വന്നപ്പോഴേ ഞാൻ പറഞ്ഞില്ലേ നിന്നോട് കുറച്ച് സംസാരിക്കണമെന്ന്. അമ്മ എന്നോട് അങ്ങനെ പറഞ്ഞിരുന്നു, എന്താ അമ്മയ്ക്ക് പറയാനുള്ളതെന്ന് ഭൂമി തിരിച്ചു ചോദിക്കുന്നുണ്ട്. അത് അച്ചുവേട്ടൻ ഇന്ന് വരെ ആരോടും പറയാത്ത ഒരു രഹസ്യമാണ്, അതാണ് എനിക്ക് നിന്നോട് പറയാനുള്ളത്. അതെന്താ അമ്മേ? അച്ഛൻ ഇത്രയും നാൾ ഒളിപ്പിച്ച് വെച്ച് ആ രഹസ്യം എന്താണെന്ന് ഭൂമി ചോദിക്കുന്നുണ്ട്. അത് അച്ചുവേട്ടൻ്റെ മകളല്ല നീ എന്ന് പറയാണ്. ഇത് കേൾക്കുമ്പം നല്ല വിഷമം വരികയാണ് ഭൂമിക്ക്. അതുപോലെ തന്നെ എന്താണ് അമ്മ പറയുന്നതെന്ന് മനസ്സിലാകാതെ ഭൂമി ഇങ്ങനെ അംബികയെ തന്നെ നോക്കിയിരിക്കുകയാണ്. അംബിക പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയാണ്, നീ എൻ്റെയും അച്ചുവേട്ടൻ്റെയും മകളല്ലെന്ന് പറയാണ്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ഭൂമി ചോദിക്കുന്നുണ്ട്, അമ്മ എന്തൊക്കെയാണ് ഈ പറയുന്നത്? ഭയങ്കര സങ്കടത്തോടെയാണ് ചോദിക്കുന്നത്. എന്തിനാ അമ്മ ഇങ്ങനെയൊക്കെ പറഞ്ഞ് എന്നെ സങ്കടപ്പെടുത്തുന്നതെന്ന് ഭൂമി ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ അംബിക പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയാണ്, ഞാൻ നിന്നെ പറ്റിക്കാൻ വേണ്ടിയൊന്നും പറയാനല്ല, സത്യം അതാണ്. നീ അച്ചുവേട്ടൻ്റെയും എൻ്റെയും മകളല്ല. നീ നിൻ്റെ അമ്മയെ കണ്ടുപിടിക്കണം, അച്ഛനെ കണ്ടുപിടിക്കണം. എൻ്റെ പുറകെ ഈ കേസിൻ്റെ പുറകെ നടന്ന് നീ സമയം കളയാതെ നീ നിൻ്റെ സ്വന്തം അച്ഛനും അമ്മയും കണ്ടുപിടിക്കണം എന്ന് പറയാണ്. അച്ചുവേട്ടൻ ഒളിപ്പിച്ച് വെച്ച ആ രഹസ്യം അതാണ്. ഇത്രയും കാലം നിന്നോട് പറയാതിരുന്ന ആ രഹസ്യം ഇതാണ്. മാത്രവുമല്ല, നീ ഈ രഹസ്യം അറിഞ്ഞാൽ നീ ഞങ്ങളെ വിട്ടു പോകുമെന്ന് ഭയം കൊണ്ട് നിന്നോട് ഇത് പറഞ്ഞില്ലെന്ന് പറയാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ ഭൂമി ഭയങ്കര സങ്കടത്തോടെ പൊട്ടിക്കരയുന്നുണ്ട്. അമൃതയാണെങ്കിലും ഇങ്ങനൊന്നും എന്നോട് പറയല്ലേ അമ്മയെന്ന് പറഞ്ഞിട്ട് ഭൂമി കരയാണ്. ഞാൻ വെറുതെ പറഞ്ഞതല്ല, സത്യമാണ് പറഞ്ഞത്. ഇതാണ് നിന്നോട് ഞാൻ പറയാൻ വെച്ചിരുന്ന ആ രഹസ്യം എന്ന് അംബിക പറയുന്നുണ്ട്. അതുകൊണ്ട് എന്നെ ഈ ജയിലിൽ നിന്ന് ഇറക്കുന്ന കാര്യമൊന്നും നീ ആലോചിക്കേണ്ട. നീ നിൻ്റെ സ്വന്തം അച്ഛനും അമ്മയും കണ്ടെത്തണം. അതാരാന്ന് എനിക്ക് അറിഞ്ഞൂടാ, അത് അച്ചുവേട്ടന് മാത്രമേ അറിയത്തുള്ളായിരുന്നു, എനിക്കറിയത്തില്ല അതാരാണെന്ന്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നീ അവരെ കണ്ടുപിടിച്ച് അവരുടെ അടുത്തേക്ക് പൊക്കോളാൻ പറയാണ് എന്ന് പറഞ്ഞ് അംബിക അങ്ങ് പോവുകയാണ്. അപ്പോഴത്തേക്ക് കോൺസ്റ്റബിൾ വന്ന് അംബികയെ കൊണ്ടുപോവാണ്. ഭൂമിയാണെങ്കിൽ എന്തെങ്കിലും ഒന്ന് ചോദിക്കുന്നതിന് മുമ്പേ അംബിക അങ്ങ് പോവുകയാണ്. ഭൂമി അമ്മേ അമ്മേ എന്നും പറഞ്ഞ് പൊട്ടിക്കരയുകയാണ്. ഞാൻ അമ്മയുടെയും അച്ഛൻ്റെ മകൾ തന്നെയാണെന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് സങ്കടത്തോടെ ഉറക്കെ നിലവിളിക്കുകയാണ്. അങ്ങനെ ആ ജയിലിൻ്റെ സൈഡിൽ ഇരുന്ന് ഉറക്കെ സങ്കടത്തോടെ കരയുകയാണ്. എന്ത് ചെയ്യണമെന്നറിയാതെ പൊട്ടിക്കരയുകയാണ്. അതിനുശേഷം വീട്ടിലേക്ക് പോവുകയാണ്. മനസ്സ് നിറച്ച് അംബിക പറഞ്ഞ കാര്യമാണ്, നീ അനാഥയാണ്, നിൻ്റെ അച്ഛനും അമ്മയും ഞങ്ങളല്ല, നിൻ്റെ അച്ഛനും അമ്മയും നീ കണ്ടെത്തണം എന്നൊക്കെ പറഞ്ഞ കാര്യം ഇങ്ങനെ മനസ്സിൽ കിടക്കുകയാണ്. ചുറ്റും നടക്കുന്നതെന്ന് ഒരു ബോധമില്ലാതെ നേരെ വീട്ടിലേക്ക് പോവുകയാണ് ഭൂമി. അങ്ങനെ വീട്ടിൽ ചെന്ന് അവിടെ പടിയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. എന്നിട്ട് അച്ഛൻ്റെ ആ കാറിലേക്ക് നോക്കി സങ്കടത്തോടെ ഇങ്ങനെ ഇരിക്കുകയാണ്. പതുക്കെ ഇരുട്ടാവുന്നതൊന്നും ഭൂമി അറിയുന്നില്ല. സങ്കടത്തോടെ ആ കാറിൽ നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ്. അതിനുശേഷം പൊട്ടിക്കരയുന്നുണ്ട്. ഓരോന്നാലോചിച്ച് സങ്കടത്തോടെ ഭൂമി പൊട്ടിക്കരയാണ്. അതിനുശേഷം നേരെ കാറിൻ്റെ അടുത്ത് വരുന്നുണ്ട്. അച്യുതൻ്റെ കാറിൻ്റെ അടുത്ത് വന്ന് സങ്കടത്തോടെ ഇങ്ങനെ കാറിനകത്ത് തൊടുന്നുണ്ട്. അച്ഛാ, അമ്മ ഇന്ന് എന്നോട് എന്താ പറഞ്ഞതെന്ന് അച്ഛൻ അറിയാവോ എന്ന് സങ്കടത്തോടെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഭൂമി അച്യുതൻ്റെ കാർ നോക്കി പറയുന്നുണ്ട്. ഞാനേ അച്യുതൻ്റെയും അംബികയുടെയും മകളല്ലെന്ന അമ്മ എന്നോട് പറഞ്ഞത്. എന്തിനാ അമ്മ ഇത്ര വലിയ കള്ളം എന്നോട് പറഞ്ഞതെന്ന് ആ കാറിലോട്ട് നോക്കി പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഭൂമി ചോദിക്കുകയാണ്. അതിനുശേഷം ഭൂമി വീണ്ടും പറയുന്നുണ്ട്, ഞാൻ അനാഥയാണെന്ന്, എനിക്കാരുമില്ലെന്ന്, ഞാൻ അച്ഛനും അമ്മയും കണ്ടുപിടിക്കണമെന്ന് അമ്മ എന്നോട് പറഞ്ഞിരിക്കുന്നത്. അച്ഛൻ ഇതൊക്കെ കേൾക്കുന്നുണ്ടോ? എന്നെ ഇങ്ങനെ വിഷമിക്കേണ്ട വല്ല കാര്യമുണ്ടോ എന്നൊക്കെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഭൂമി ചോദിക്കുകയാണ്. എന്നിട്ട് ഭയങ്കര ധൈര്യത്തോടെയും വാശിയോടെയും പറയാണ്, ഞാൻ അനാഥയല്ല, ഞാൻ അച്യുതൻ്റെയും അംബികയുടെയും മകൾ തന്നെയാണ്. ഇനി ആര് പറഞ്ഞാലും അത് അങ്ങനെ അല്ലാതാവുന്നില്ല. ഞാൻ അംബികയുടെയും അച്യുതൻ്റെയും മകൾ തന്നെയാണ്. എൻ്റെ അച്ഛനും അമ്മയും അവരല്ലെന്ന് ഇനി ആര് പറഞ്ഞാലും ഞാൻ അംഗീകരിക്കില്ല. അവർ തന്നെയാണ് എൻ്റെ അച്ഛനും അമ്മയെന്നും പറഞ്ഞുകൊണ്ട് ഭൂമി പൊട്ടിക്കരയാണ്. എന്നിട്ട് സങ്കടത്തോടെ ആ കാറിൻ്റെ അടുത്ത് ഇങ്ങനെ ചേർന്നിരിക്കുകയാണ്. അതിനുശേഷം ഭൂമിയാണെങ്കിൽ ഓരോ കാര്യങ്ങളിങ്ങനെ ആലോചിക്കുകയാണ്. അമ്മയെ എത്രയും പെട്ടെന്ന് പുറത്തിറക്കണം, എൻ്റെ അമ്മയെ എനിക്ക് പുറത്തിറക്കണം എന്നൊക്കെ ഭൂമി ഇങ്ങനെ വാശിയോടെ ആലോചിക്കുകയാണ്. എന്ത് ചെയ്താലും എൻ്റെ അച്ഛനും അമ്മയും പുറത്തിറക്കണമെന്ന് ഭൂമി ഇങ്ങനെ ആലോചിക്കുകയാണ്. ഈ സമയത്ത്
അജയ് ആണെങ്കിൽ അവിടെ ആകപ്പാടെ ടെൻഷനിലാണ്. കാരണം ആൽഫ്രഡ് ആണെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം ഭൂമിയെടുത്ത് പറഞ്ഞിട്ട് ഭൂമി അജയ്ക്ക് അനുകൂലമായ ഒരു മറുപടിയല്ല നൽകിയത്. അതിനുശേഷം അജയ് നേരിട്ട് ഭൂമിയെടുത്ത് നയനയുടെ കാര്യങ്ങളും അഞ്ജനെ കല്യാണം കഴിക്കാൻ ഇഷ്ടമല്ല, അതിന് ഭൂമി സഹായിക്കണമെന്നൊക്കെ അജയ് ഭൂമിയെടുത്ത് നേരിട്ട് പറഞ്ഞ് എന്നിട്ട് ആലോചിച്ചിട്ട് കാര്യങ്ങൾ പറഞ്ഞാൽ മതിയെന്നും ഭൂമിയെടുത്ത് പറഞ്ഞു. ഭൂമിക്കാണെങ്കിൽ അജയെ സഹായിക്കണമെന്നുണ്ട്, പക്ഷേ തൻ്റെ ജീവിതം വെച്ചുള്ള കളിക്ക് താല്പര്യമില്ലാത്തത് കൊണ്ട് ഭൂമി അനുകൂലമായ ഒരു മറുപടിയും കൊടുത്തില്ല. അതുപോലെ തന്നെ അമ്മയും അച്ഛനും തന്നോട് ക്ഷമിക്കത്തില്ല എന്നൊരു തോന്നൽ ഭൂമിക്കുണ്ട്. അതുകൊണ്ട് അജയ്ക്ക് അനുകൂലമായ ഒരു മറുപടിയും ഭൂമി കൊടുത്തില്ല. നല്ലവണ്ണം ആലോചിച്ചതിന് ശേഷം മറുപടി പറഞ്ഞാൽ മതിയെന്ന് അജയ് പറഞ്ഞത്. അതുപോലെ അമ്മയുടെ കേസുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അജയ് സാർ ചെയ്തോളാം എന്ന് പറഞ്ഞ കാര്യവും ഇങ്ങനെ ആലോചിക്കുകയാണ് ഭൂമി. അതിനുശേഷം ഭൂമി നേരെ ഫോൺ എടുത്ത് ആൽഫ്രഡിനെ വിളിക്കുന്നുണ്ട്. ആൽഫ്രഡ്, എന്താ ഭൂമി, എന്താ കാര്യം എന്ന് ചോദിക്കുകയാണ്. എനിക്ക് സാറ് പറഞ്ഞ ഡീലിന് സമ്മതമാണ്. ഇത് കേൾക്കുമ്പോൾ ആൽഫ്രഡിന് ഭയങ്കര സന്തോഷമാണ്. ഭൂമി, ആലോചിച്ചിട്ട് തന്നെയാണോ ഈ തീരുമാനമെടുത്തത്? അതെ, ആലോചിച്ചിട്ട് തന്നെയാണ് ഈ തീരുമാനമെടുത്തത്. പക്ഷേ ഒരു ഡീലുണ്ട്. എൻ്റെ അമ്മയെ പുറത്തിറക്കണം. എൻ്റെ അമ്മയ്ക്ക് പുറത്തിറക്കാൻ വേണ്ടുന്ന കാര്യങ്ങളെല്ലാം അജയ് സാർ ചെയ്യണം. അതാണ് എൻ്റെ ഒരു ഡിമാൻഡെന്ന് പറയാണ്. അപ്പം ഇത് കേൾക്കുമ്പോൾ ആൽഫ്രഡ് പറയുന്നുണ്ട്, ഭൂമിയുടെ എല്ലാ ഡിമാൻഡും അവൻ അംഗീകരിക്കും. ഒരു കാര്യം ചെയ്യാം, നിങ്ങൾ തമ്മിൽ നേരിട്ട് കണ്ട് സംസാരിക്കാൻ ഒരു മീറ്റിംഗ് ഞാൻ തയ്യാറാക്കാമെന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോൾ ഭൂമി പറയാണ്, അതൊക്കെ സാറ് ശരിയാക്കിയാൽ മതി, പക്ഷേ എൻ്റെ അമ്മയെ പുറത്തിറക്കണം. ഈ ഡീലിൽ ഞാൻ തയ്യാറാണ്. അജയ് സാറിനെ ഭാര്യയായിട്ട് അഭിനയിക്കാനും അജയ് സാറിനെ വിവാഹം കഴിക്കാനും ഞാൻ തയ്യാറാണെന്ന് ഭൂമി ആൽഫ്രഡിനോട് പറയാണ്. ആൽഫ്രഡ് പറയാണ്, ശരി, ഇത് കാര്യം ഞാൻ അജയ് അടുത്ത് പറഞ്ഞതിന് ശേഷം നിങ്ങൾ തമ്മിലുള്ള മീറ്റിംഗ് ഞാൻ റെഡിയാക്കാമെന്ന് പറയാണ്. അങ്ങനെ ഇതൊക്കെ കേട്ട് ഭൂമി ഇങ്ങനെ വിഷമത്തോടെ നിൽക്കുകയാണ്.